ചേച്ചി ഇവിടെ ആരും ഇല്ലയോ? ചേച്ചിയേ ഇവിടെ ആരും ഇല്ല മോളെ. അമ്മൂമ്മയോട് മോട്ടിക്കാൻ വന്നതാണോ? അയ്യോ നാട്ടുകാരെ ഓടി വരണം. ക്ഷമിക്കണം, എൻ്റെ മോനായതേ സ്കൂളില്ലാത്തോണ്ട് കൂടെ കൊണ്ടുവന്നതാ. ആ അത് സാരമില്ല, പിള്ളേരില്ലയോ? ഒന്നേ ഉള്ളോ? അതെ, ഒരാളെ ഉള്ളു. എന്താ ഒന്നയാളെ ഒരക്കെ കടിക്കണോ? നിന്നെ മിസ്സിക്കാത്തായിട്ട് അടിക്കണ്ടേ? നിന്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും ഒന്നിലങ്ങ് നിർത്തിയത്. അമ്മൂമ്മ ഒറ്റ മോളാണോ? ഞങ്ങൾ 3 പേരാ. അമ്മൂമ്മ ആയിരിക്കുമല്ലോ ഇളയത്. മിടുക്കനാണല്ലോ, എങ്ങനെ മനസ്സിലായി? സ്വന്തം അനുഭവമായിരിക്കും വലിയ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, ഞങ്ങളൊരു സർവേക്ക് വന്നതാ. അയ്യോ മോളെ, ഇവിടെ അതിർത്തി കിടക്കുന്ന ഒരു സർവക്കല്ലേ ഉള്ളു, അതൊന്നും തരാൻ പറ്റത്തില്ല. മോള് പൊക്കോ. അയ്യോ അതല്ല അമ്മേ, ഈ വീട്ടിലെ വിവരങ്ങൾ അറിയാനേ ഞങ്ങളെ ഗവൺമെന്റിൽ നിന്ന് വിട്ടതാ. ഈ നാട്ടിലുള്ള സകല അലവരാതികൾക്കും എന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയണം, ഇപ്പൊ ഗവൺമെന്റിനും അറിയണോ? പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം മുഖ്യമന്ത്രിക്ക് അടുത്ത തീരുമാനം എടുക്കാൻ. ഈ വീട്ടിൽ വിവരമുള്ള ആരും ഇല്ലയോ? എടാ ചുമ്മാ ഇരിയടാ. അമ്മ അങ്ങനെയല്ല അമ്മേ, ഇതേ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാ അമ്മേ. എന്തോ അറിയണ്ടേത്? അമ്മേ, ഈ വീട്ടിലെ ഗ്രഹനാഥൻ ആരാ? അമ്മയുടെ മോനാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. ഓ, അവനൊന്നും അല്ല, അവനൊരു മണ്ണുത്സന. അവന്റെ ഭാര്യ ഇതിനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവിടെ പറഞ്ഞാ ഒച്ച ഈ വീട്ടില്. അയ്യോ അതല്ലമ്മേ, ഈ വീട്ടിലെ ഗ്രഹനാഥൻ എന്ന് വെച്ചാൽ വരുമാനം ഉള്ളത് പുള്ളിക്കല്ലേ. ഓ, അങ്ങനെ നോക്കിയാൽ അവനാ ഗൃഹനാഥൻ. കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവളാ. പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് കേറാൻ പോലും സമ്മതിക്കത്തില്ല. അത് നല്ലതല്ലയോ? അമ്മയ്ക്ക് ചുമ്മാതിരുന്നാ പോരെ. എന്നെ പണി എടുക്കാതെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാലേ എന്തെങ്കിലും അസുഖം വന്ന് ഞാനങ്ങ് വീണ് പോകുമല്ലോ. ഇതുപോലെ മതിയല്ലേ വീട്ടില്. ഈ വീട്ടിലെ വരുമാനം എത്രയാ എന്ന് വെച്ചാലേ ഒരു വർഷത്തെ ഇവിടുത്തെ വാർഷിക വരുമാനം എത്ര ആണെന്ന് ഒരു ഉദ്ദേശം ഒന്ന് പറഞ്ഞാൽ മതി. ഈ വീട്ടിലെ അങ്ങനെ വരുമാനമൊന്നുമില്ല. അവൻ ജോലി ചെയ്യുന്ന മൊത്തം അവന്റെ പെണ്ണുപിള്ള വീട്ടിലേക്കാ പോകുന്നത്. അമ്മേ, പോകുന്ന വരുമാനമല്ല, ഈ വീട്ടിൽ വരുന്ന വരുമാനം എത്ര ആണെന്നാ ചോദിച്ചത്. അല്ല, ഇവിടെ കക്കൂസ് ഉണ്ടോ അമ്മേ? കക്കൂസൊക്കെ ഉണ്ട് ഇവിടെ. മോളകത്തോട്ട് കയറിക്കോ. കിണറ്റിൽ വെള്ളം ഉണ്ടോന്നൊന്നും ചോദിക്കല്ലേ. ഈ അമ്മൂമ്മയാണോ ഈ കിണറ്റിൽ തള്ളിയിട്ട് കളയും. അയ്യോ അമ്മേ, എനിക്ക് കക്കൂസി പോകാനൊന്നും അല്ല, ഇതൊരു സർവേയുടെ ഭാഗമായിട്ടാ. അമ്മ ഇവിടെ എത്ര അംഗങ്ങളുണ്ടമ്മേ? ഇവിടെ ഞാനും എൻ്റെ മോനും മോൻ്റെ 2 മക്കളും അവൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ മോളും അവിടെ ഭർത്താവും അവിടെ 2 മക്കളും, എൻ്റെ അനിയത്തിയും അവിടെ ഭർത്താവും, പിന്നെ എൻ്റെ മരുമകളുടെ അമ്മയും അച്ഛനും ഉണ്ട്. അത്ര ആൾക്കാർ ഈ വീട്ടിലാണോ താമസിക്കുന്നത്? അനിയത്തിയും ഭർത്താവും മരുമകളുടെ അച്ഛനും അമ്മയൊക്കെ അവരുടെ വീട്ടിലാണ്. അമ്മ, ഈ വീട്ടിലുള്ളവരുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അമ്മയുടെ മോളും ഭർത്താവും ഒക്കെ ഇവിടെ ആണോ താമസിക്കുന്നത്? എൻ്റെ മോളെ എന്തോ പിന്നെ കാട്ടി നിർത്തിയാ? അല്ലമ്മേ, അമ്മയുടെ മോളും ഭർത്താവും ഒക്കെ ഇവിടെ സ്ഥിരതാമസമാണോ? അവളിവിടെ സ്ഥിരം നിൽക്കണമെന്ന് എൻ്റെ അവിടെ ആഗ്രഹം. അവിടെ ഒരു അമ്മാവിയമ്മയുണ്ട്, വഴക്കാളിയാണ്, അവർ സമ്മതിക്കത്തില്ല. ശരി, ഈ വീട്ടിൽ ജോലിക്ക് പോകുന്ന എത്ര പേരുണ്ട്? എൻ്റെ മോനും അവൻ്റെ ഭാര്യയും. പക്ഷെ അവൾ ജോലി ചെയ്യുന്ന കാശെല്ലാം പോകുന്ന അവിടെ വിട്ടോട്ടെ. പിന്നെ ഇവിടുത്തെ ആരെങ്കിലും നമ്പർ തരാമോ അമ്മേ? പിന്നെന്താ? അമ്മയ്ക്ക് പറ്റുവാണെങ്കിലേ ഇവരുടെ മരുമോൾക്ക് പഞ്ചായത്തിൽ നിന്ന് വല്ല അവാർഡും വാങ്ങിച്ചു കൊടുക്കും സമാധാനത്തിന്റെ. എന്നാ ശരി അമ്മേ. മോളെ, എനിക്കും എൻ്റെ മോക്കുവേ ഓണമായിട്ട് ഗവൺമെന്റിൽ നിന്ന് വല്ലതും കിട്ടുമോ? ഗവൺമെന്റ് എടുത്തില്ല. ഓണത്തിന് വല്ല ക്ലബിലെയോ ഓണപരിപാടിയാണ്, അതിന് വല്ലതും പോയി പങ്കെടുത്ത് വല്ല സമ്മാനവും വാങ്ങിയിട്ട്. ശരി, ഞാൻ ഭാവി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ഇമാതിരി കാര്യമൊന്നും കാണിച്ചേക്കല്ലേ.